ഇന്നൊരു ഹൗസ് വാമിംഗ് വ്ളോഗ് ആട്ടോ. സാറു നമ്മൾ പോവാൻ നേരം തന്നെ മാറ്റിക്കുമ്പോൾ ഭയങ്കര കൽപ്പിലാണ്. ഓളായി കണ്ണൊന്നും എഴുതാൻ സമ്മതിക്കില്ലേനു. പിന്നെ ഒക്കെ കഴിഞ്ഞും കണ്ട് ഒക്കെ പ്രശ്നമൊക്കെ സോൾവ് ആക്കിയും കണ്ട് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞും കണ്ട് നിന്നതാണത്. പിന്നെ ഓൾ ചെരുപ്പിട്ടും കണ്ട് നമ്മളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി. നമ്മളിതാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ എത്തി. അവിടെ അടുത്തുള്ളൊരു സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാട്ടോ നമ്മൾ പാർക്ക് ചെയ്തത്. ഞാൻ അവിടുന്ന് ഇറങ്ങി. ഏതൊരു സ്കൂളാണ് ഇതാ, സാറ് കുറഞ്ഞിണീറ്റ് ആ ഒരു ഇതിലാണ് ഉള്ളത്. നമ്മളിതാ ഇനി അങ്ങോട്ട് നടക്കുകയാണ്. നടന്നു കണ്ട ഹൗസ് വാമിംഗ് ഉള്ള വീട്ടിലേക്ക് അവിടെ എത്തി. റെനു എനിക്ക് ഭയങ്കര അറിയണ സ്ഥലമായിട്ട് മുന്നിലൊക്കെ നടക്കുന്നുണ്ട്, എന്താ അറിയില്ല. ഇതാണ് കേട്ടോ ആ വീട്. ഷയാനിതാ ഓൻ്റെ മാമൻ്റെ ഹൗസ് വാമിങ്ങിനാട്ടോ നമ്മൾ പോയത്. അവിടെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. റിംസാണെങ്കിൽ ഫുഡ് വിളമ്പി തരുന്നത്. അതിന് ഞാൻ വീഡിയോ എടുക്കേണ്ടി കണ്ടപ്പോൾ ക്യൂട്ട്നെസ് ഒക്കെ വാരി എറിയുന്നുണ്ട്. ജസ്മാമി നമ്മൾ ഫുഡ് കഴിക്കണ നോക്കാൻ വേണ്ടി വന്നിക്കണേ. ഞാൻ അവിടുന്ന് കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടേനി, എനിക്ക് എന്താന്ന് പോലും ഇപ്പോൾ ഓർമ്മയില്ല. സാറു ഓൾ ഉറങ്ങിണീറ്റ് ആ ഒരു ഇതിൽ ഫുഡ് നോക്കി നിൽക്കുകയാണ്. റിംഷ ഓളെ ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് അറിഞ്ഞപ്പോൾ എക്സ്പ്രഷൻ ആട്ടോ അത്. നമ്മളും സാറും ഒക്കെ കൈ കഴുകി ഓളൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടോ. അവിടെ ജിലേബി ഉണ്ടേനി, അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുകയാണ്. റെനൊക്കെ നല്ല തട്ടുണ്ടേനി. അമ്മക്ക് പിന്നെ അവിടുന്ന് ഒരു പണിയും ഇല്ലാത്തതിനെ കൊണ്ട് ഞാനും അജുവും റിംഷനും 8 മോട്ടർ ആക്കണ്ടേനി. ആ മൊയിന്തിനെ മനസ്സിലാവണമില്ല. ഇതാണ് ജസ്മാവിൻ്റെ ഉമ്മ. ജൻ അവിടുന്ന് ഉറങ്ങുകയാണ്. ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്, അതുമേൽ കുട്ടികളെല്ലാവരും കൂടി പിടിച്ച് കയറിയതിന് റിയ നിന്ന് ചീത്ത അറിയുന്നുണ്ട്. അവിടെ ഫുള്ള് തിരക്കായതിനെ കൊണ്ട് അകത്തൊന്നും എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ അവിടുന്ന് വീട്ടിലെത്തി. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം അത്രയുള്ളൂ, ബൈ.